ശ്രീ വിനു കിര്യത്ത് ടെലിഫോൺ ലൈനിൽ. ശ്രീ വിനു കിര്യത്ത്, മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഊഹിച്ചെടുക്കാവുന്ന ചില തിരക്കഥകളാണ് ഉണ്ടായിരുന്നത്. അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ആരുടെയെങ്കിലും പേര് ഊഹിച്ചെടുക്കാം. പക്ഷേ അതിന് സർക്കാർ തയ്യാറായില്ല. അത് അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമായിരിക്കും. പിന്നെ കുറേ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. മന്ത്രിയുടെ വാക്കുകളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടഞ്ഞ അധ്യായമാണ്. ഇപ്പോൾ അതിലും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലെ പോലീസുകളിലെ ക്രിമിനൽസിന്റെ ഇഷ്യൂ നടക്കുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ ഈ ചർച്ച കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് തിരക്കഥ എന്ന് മന്ത്രി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് SITയുടെ മുമ്പിൽ വരുന്നത് വരെ യാഥാർത്ഥ്യമായിരുന്നു. അതിനുശേഷമാണ് തിരക്കഥ സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരുടെയും പേരില്ല എങ്കിൽ പിന്നെ അതെല്ലാം പുറത്തുവിടാം. ഇനി പരാതി കൊടുത്തവർ തന്നെയാണ് പുറകോട്ട് വലിച്ചതെന്ന് മന്ത്രി പറയുന്നത് വളരെ യാഥാർത്ഥ്യം. കാരണം അവിടെ നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് പോയിന്റാണ്. ഈ താഴേക്കിടയിലുള്ള ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവർക്കൊക്കെ മുകളിൽ ആളില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മുകളിലുള്ളവർ തന്നെ മുതിർന്നവർ എന്നൊക്കെ വേണമെങ്കിലും പറയാവുന്നവർ ഇതിൽ നിന്ന് പതുക്കെ പുറകോട്ട് വലിച്ചു. അപ്പോൾ ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങിയോ എന്തിനോ ആരൊക്കെയോ ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇല്ലെങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി? എത്ര കോടികൾ മുടക്കി? അപ്പം ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. എന്തായാലും അത് അടഞ്ഞ അധ്യായമാണ്. ഒരു സത്യമുണ്ട്, വളരെ ഒരു മാറ്റം ഇതുകൊണ്ട് സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ ഒരു ഹേമ കമ്മിറ്റി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്തരം ഇതുകളൊന്നും കുറെ നാളത്തേക്കെങ്കിലും നമ്മൾ കേൾക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു മാറ്റം നല്ലപോലെ വന്നിട്ടുണ്ട്. ഒന്ന് ഭയന്നിട്ടുണ്ട് എല്ലാവരും. പിന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് വിടണ്ട, ആരാണെന്നും വിടണ്ട, കണ്ടന്റ് വെളിയിൽ വിടാമല്ലോ ഇത്രയും മെനക്കെട്ട സ്ഥിതിക്ക്. അപ്പൊ ജനങ്ങൾ ഊഹിച്ചെടുത്തോട്ടെ. അപ്പൊ അതൊന്നുമല്ല, ഇത് എല്ലാവരും കൂടെ ചേർന്ന് അത് എത്രയൊക്കെ മതി. വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇൻഡസ്ട്രിക്ക് അത് വളരെ ദോഷം ചെയ്യുന്നൊക്കെ ഉള്ളത് കൊണ്ടാവാം അതിൽ നിന്നൊക്കെ പലരും പതുക്കെ പിന്മാറി, സ്വാർത്ഥ താല്പര്യം കൊണ്ട് പിന്മാറിയവരുണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അടഞ്ഞ അധ്യായമായിട്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക്. ശരി, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറേയേറെ പരാതികൾ വന്നുവല്ലോ. ഇപ്പോൾ സംവിധായകൻ ബാലചന്ദ്ര മേനോന് എതിരെ പോലും അത്തരത്തിലുള്ള പരാതികൾ വരികയുണ്ടായി. അതൊക്കെ വെറുതെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ ചില സമ്മർദ്ദങ്ങൾ മൂലം ഉണ്ടായതാണ് എന്നും മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അല്ല, അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്നലെ കേൾക്കുന്നത്. സുപ്രീം കോടതി വരെ പറഞ്ഞല്ലോ, സ്ത്രീകൾ പറയുന്നത് എല്ലാം ചാടി കയറിയിട്ട് പുരുഷന്മാരെ അങ്ങനെ ശിക്ഷിക്കാനൊന്നും നോക്കൂല. ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ കോടതി നാളെ തെളിവ് ചോദിച്ചാൽ അവിടെ ചെന്ന് കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. എവിഡൻസ് അത് തന്നെയാണ് കോടതിക്ക് പ്രധാനം. FIRൽ എന്താണെന്നുള്ള ഒന്നും ഒരു വിഷയമല്ല. എവിഡൻസ് കോടതിയിൽ കാണിക്കാത്ത പക്ഷം ഈ ഇതിന് മുമ്പോട്ട് പോകുന്നവരൊക്കെ അവസാനം നാറുകയേ ഉള്ളൂ. അവർക്ക് അവസാനം അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയേ ഉള്ളൂ. അതിലും ഭേദം മൗനം വിദ്വാന ഭൂഷണം. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. ഇതെന്തായാലും അടഞ്ഞ വിദ്യ. ഇനി വരാതിരിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇനി നമുക്ക് പരാതി പറയാൻ. ശരി, നന്ദി ശ്രീ വിനു കിര്യത്ത്. അപർണ, ഇതിൽ മന്ത്രി എന്തുകൊണ്ട് ഈ പേജുകൾ പുറത്തുവിടുവാൻ, കുറച്ച് പേജുകൾ ബാക്കിയുണ്ടല്ലോ, അത് പുറത്തുവിടുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതേക്കുറിച്ചൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? അതെല്ലാം ഈ ഊഹിച്ചെടുക്കാവുന്ന പേരുകളായതുകൊണ്ടാണോ? പേരുകൾ നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹം പറയുന്ന ഈ തിരക്കഥകൾ പോലെയാണെങ്കിൽ അത് ജനങ്ങൾ അത് ഊഹിച്ചെടുക്കും, അതുകൊണ്ട് അത് വേണ്ട എന്നതിന്, അതാണോ അതിന് കാരണമായിട്ട് പറയുന്നത്? തീർച്ചയായിട്ടും മഞ്ജുഷ, ആ തരത്തിൽ തന്നെയാണ് മന്ത്രി അത് പറയുന്നത്. കാരണം ഇത് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇതിനകത്തില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. സ്വാഭാവികമായിട്ടും ആരെയെങ്കിലും ഊഹിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അന്ന് ഹേമ കമ്മിറ്റി പുറത്തു വന്ന സമയത്ത് അത് പല താരങ്ങൾക്ക് എതിരെയും ആണ് ഈ ചില പരാമർശങ്ങൾ, ചില പേജുകൾ പോലും ചില പരാതികളുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളും ഒരുപക്ഷെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ തരത്തിൽ ആഘോഷിച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിപൂർണമായിട്ട് മന്ത്രി നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊഴി വരുമ്പോൾ അത് ആര് വേണമെങ്കിലും ആകാം എന്നല്ലാതെ ആരെയും സ്പെസിഫൈ അതിനകത്ത് ചെയ്യുന്നില്ല. സ്പെസിഫൈ ചെയ്യാത്ത ഒരു ആരോപണം വരികയും മലയാള സിനിമയിലെ ഒരു മുൻനിര താരമാണ് എന്ന തരത്തിൽ അതിനകത്ത് പരാമർശം ഉണ്ടാകുകയും ആ പേജ് പുറത്തുവിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആരെയൊക്കെയാണ് ബാധിക്കുക? അങ്ങനെ ഇപ്പോൾ ശ്രീമതി സാന്ദ്ര തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി സാന്ദ്ര തോമസ്, ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. തിരക്കഥയുടെ രൂപത്തിലായിരുന്നു, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാവുന്ന രൂപത്തിലായിരുന്നു എന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? എനിക്കിപ്പോ ആക്ച്വലി ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു പത്രമാധ്യമത്തിന് നമ്മുടെ വിവരാവകാശ കമ്മീഷണർ, റിട്ടയറായ വിവരാവകാശ കമ്മീഷണർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇത് പുറത്തു വരാതിരിക്കാനായിട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്റേണലി ആയിരുന്നു ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നോ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ബഹുമാനപ്പെട്ട കൾച്ചറൽ മിനിസ്റ്റർ ഇങ്ങനൊരു
സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതല്ലാതെ പറയാൻ ഒരു നമുക്കല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ സ്ത്രീകളെല്ലാവരും അവനവന്റെ ലൈഫ് റിസ്കിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്താണെന്നുള്ള നല്ല ബോധ്യത്തിലാണ്. കാര്യം ഇത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഡാമേജ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഒരു തലമുറയ്ക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പറഞ്ഞത് കൊണ്ട് ഈ പറയുന്ന സ്ത്രീകൾക്ക് ആർക്കും ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഈ വന്ന് പറഞ്ഞത് മുഴുവൻ ശരിയല്ല എന്ന് നമ്മുടെ മിനിസ്റ്റർ തന്നെ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ശ്രീ സജി ചെറിയാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് ശരിക്കും പഠിക്കാതെ, സിനിമ മേഖലയിലുള്ള ആളുകളെ ശരിക്കും മനസ്സിലാക്കാതെ, അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ചെറിയ നുറുങ്ങുകൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് സിനിമാ മേഖലയെ ആകെ മൊത്തം വിലയിരുത്തുന്നത് ശരിയായ കാര്യമല്ല. അദ്ദേഹത്തിന് സിനിമാ മേഖലയിലെ മുഴുവൻ സ്ത്രീകളായിട്ട് ഒരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന സ്ത്രീകളുമായിട്ട് ആരെങ്കിലുമായിട്ട് അദ്ദേഹം ഒരു പേഴ്സണൽ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഈ നമ്മുടെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ പവർ ഗ്രൂപ്പ് വളരെ ശക്തമായി തന്നെ നിൽക്കുന്നു. അത് അദ്ദേഹത്തെയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ഇങ്ങനെ ഒരു മുൻധാരണയുള്ള മന്ത്രി, അദ്ദേഹം നേതൃത്വം നൽകുന്ന വകുപ്പ്, അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാർ ഇതിന് എല്ലാ സംരക്ഷണവും നൽകിയിട്ടുണ്ട്. ഇരകൾക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും വന്ന് ഈ പരാതികൾ പറയുവാൻ അതിനുള്ള SITയും രൂപീകരിച്ചിരുന്നുവെന്ന്. പക്ഷേ അത് സത്യസന്ധമാണെന്ന് പറയാൻ കഴിയുമോ? കാരണം മന്ത്രിക്ക് തന്നെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതെ. മന്ത്രി മുൻധാരണയോടും മാത്രമല്ല, മന്ത്രിക്ക് പല കാര്യങ്ങളും സിനിമാ മേഖലയെ കുറിച്ച് അറിവില്ല. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷൻ ഈ പറയുന്ന പവർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ്. ആ ഇൻഫർമേഷനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഓരോ പ്രാവശ്യം, ഇതിനു മുമ്പാണെങ്കിലും ശ്രീ രഞ്ജിത്തിന്റെ കേസിലാണെങ്കിൽ പോലും അദ്ദേഹം എടുത്ത സ്റ്റാൻഡ്, അദ്ദേഹത്തിന് അത് വളരെ വിവാദമായതിനു ശേഷം എന്റെ വീട്ടിൽ മക്കളുണ്ട്, സ്ത്രീകളുണ്ട്, അമ്മയുണ്ട് എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം എക്കാലത്തും എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു സിനിമാ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ സിനിമയിലെ സമഗ്ര മേഖലയിലുമുള്ള എല്ലാവരുമായിട്ടും സംസാരിച്ചും അവരുമായിട്ട് ഇപ്പം ഈ കോൺക്ലേവ് നടത്തിയതിൽ ഇപ്പൊ ഞാനൊക്കെ ഈ പറയുന്ന എനിക്കുണ്ടായ ദുരനുഭവം വളരെ വ്യക്തമായിട്ട് പുറത്തു വന്ന് പറഞ്ഞ് എതിർത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും നമുക്കൊന്നും ഇൻവിറ്റേഷൻ ഇല്ല എന്നത് മാത്രമല്ല, അദ്ദേഹം എല്ലാവരെയും കേൾക്കാനും തയ്യാറല്ല. അപ്പം ഈ പ്രൊഫൈലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിൽ മാത്രം അവർ പറയുന്നത് മാത്രം കേട്ട് പ്രവർത്തിക്കാനായിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതിലെന്ത് ചെയ്യാൻ പറ്റും? ശരി, നന്ദി ശ്രീമതി.